السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. മരണപ്പെട്ടു പോയവർ, വിശേഷായി മഖബറയിൽ വിശ്രമം കൊണ്ട് കിടക്കുന്നവർ അല്ലാഹു സുഖലോക സ്വർഗത്തിൻ്റെ അവകാശങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അത് ശരിയായ രീതിയിൽ നിലനിർത്തി പോകുക എന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഉത്കൃഷ്ട സ്വഭാവമായി പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ്. വേദനിക്കുന്നവരെ സമാധാനിപ്പിക്കുക, കഷ്ടപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക, ഇതൊക്കെ അതിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുടെ മനസ്സിലേക്ക് സന്തോഷത്തെ കടത്തൽ, ഒരാൾക്ക് സന്തോഷിക്കാനുള്ള വക മറ്റൊരാൾ നൽകൽ, അത് വലിയ സദഖയാണ്, അത് വലിയ ദാനധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ മരണപ്പെട്ടതിന്റെ പേരിൽ ഒരാൾ വേദനിക്കുമ്പോൾ അയാളെ സമാശ്വസിപ്പിക്കണം എന്നത് പരിശുദ്ധ ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ എടുത്തു പറയുന്നത്. ബന്ധുക്കൾ, ബന്ധപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖമുണ്ടാകും എന്നതിൽ സംശയമില്ല. ആ സമയത്ത് അവരെ സമാധാനിപ്പിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ മാനുഷികമായ ബാധ്യത എന്നതിനേക്കാൾ അപ്പുറം അതൊരു മതപരമായ ബാധ്യതയാണ് എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുകയാണ്. അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അഅ്ലമല്ലാഹു അജ്റക വഅഹ്സന അസാക വഗഫറ ലിമയ്യിതിക എന്ന് പറയണം എന്നാണ്. നിന്റെ ഈ വേദനയിൽ നീ ക്ഷമിക്കുമ്പോൾ അല്ലാഹു നിനക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. നിന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ മുസ്ലിമായ മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നിന്റെ ക്ഷമയുടെ രീതി, അതിന്റെ പ്രകടനം, അത് നല്ല രൂപത്തിൽ അല്ലാഹു ആക്കി തീർക്കട്ടെ എന്നാണ്. വികൃതമായ രൂപത്തിൽ ഉള്ള പ്രകടനങ്ങൾ മരണ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപൽഘട്ടങ്ങളിലോ ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് വന്നുകൂടാ. ആ ഒരു വൈകാരിക തലത്തെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് അതിനെ നല്ല രൂപത്തിലാക്കിക്കൊണ്ട് ഈ ദുഃഖസാന്ദ്രമായ ഈ അവസ്ഥയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ്. അപ്പൊ പരലോക ചിന്തയിലേക്ക് ഒരു മനുഷ്യനെ തട്ടി ഉണർത്തുക എന്നതാണ് അവന്റെ വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതുകൊണ്ടാണ് അഅ്ലമല്ലാഹു അജ്റക, അതാണ് അവനോട് ആദ്യം പറയുന്നത്. അഅ്ലമല്ലാഹു അജ്റക എന്ന് പറഞ്ഞാൽ നിനക്ക് വലിയ പ്രതിഫലം അല്ലാഹു ഇതിൽ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അത് നീ കരുതുന്നതിനേക്കാൾ വലിയ തലത്തിലേക്ക് അല്ലാഹു ഉയർത്തട്ടെ. ആ ഒരു ശക്തിയിലേക്ക് നിന്റെ മനസ്സ് കേന്ദ്രീകൃതമാകട്ടെ. അതാണ് സമാധാന വാക്കിന്റെ ആദ്യത്തെ.
കാരണം ഒരു പ്രതീക്ഷ നിർഭരമായ ഒരു പ്രതീക്ഷയുടെ ലോകത്തേക്ക് മനുഷ്യന്റെ മനസ്സെത്തിപ്പെടുമ്പോഴാണ് ഏത് ആഴത്തെയും തുഴഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കുക. മരത്തിൽ കയറുന്ന ആള് പകുതിക്ക് വെച്ചിട്ട് ഇനി കയറാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു. അതേ സമയത്ത് എത്ര വലിയ തെങ്ങാണെങ്കിലും അത് എനിക്ക് കയറാൻ പറ്റും എന്ന് കരുതുകൊണ്ടാണ് അയാൾ കുരങ്ങൻ പോണമാരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വേഗത. അപ്പോ ആപൽഘട്ടങ്ങളിലുള്ള മനസ്സിന്റെ അക്കരയും അപ്പുറത്തേക്കുമുള്ള പ്രതീക്ഷയായിരിക്കും അവന്റെ മുന്നിൽ ഏറെ അവനെ നയിക്കാൻ പ്രചോദിതമാകുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്റിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും അതിന്റെയൊക്കെ അപ്പുറത്ത് കാരുണ്യത്തിന്റെ ഒരു നീരുറവ വറ്റാതെ ഒഴുകി വരാനുണ്ട് എന്ന പ്രതീക്ഷ നിർഭരമായ ചിന്താധാരകളായിരിക്കണം മനുഷ്യനെ ഏത് സമയത്തും നയിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നിടത്തേക്ക് വരുമ്പോൾ അവൻ തളരുന്നില്ല, അവൻ തകരുന്നില്ല, അവൻ മുന്നോട്ട്. അല്ലാഹു അജ്റക. നിന്റെ ഈ വേദന പിടിച്ച, അല്ലെങ്കിൽ നിന്റെ ഈ കഷ്ടത അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ ഈ നുറുങ്ങുന്ന മനസ്സിന് ഇനി തണുപ്പുകൾ കടന്നു വരാൻ, ഉയർച്ചകൾ വരാൻ, ഉണർച്ചകൾ ഉണ്ടാകാനുള്ള നിമിഷങ്ങൾ വറ്റിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഇത് നിനക്ക് വലിയ പ്രതിഫലം അള്ളാഹു കണക്കാക്കിയ നിമിഷമാണ്. ആ നിമിഷത്തെ അള്ളാഹു നിനക്ക് കരുതിയതിലും അപ്പുറമാക്കി അള്ളാഹു തരട്ടെ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന സമാശ്വസിപ്പിക്കുന്ന വാക്കൊരു മുസ്ലിമിനോട് പറയുമ്പോൾ, ഒരു മുഅ്മിനിനോട് പറയുമ്പോൾ അതവന്റെ മനസ്സിൽ തണുപ്പാണ്. അതോടൊപ്പം നീ വേദനകൾ അനുഭവിച്ച് കഴിയുമ്പോഴും നീ അതിനെ ഒതുക്കി തീർക്കുവാനും അതിന്റെ പ്രകടന രീതിയിലും നീ കാണിക്കുന്ന നിന്റെ ബാഹ്യ പ്രകടനങ്ങൾ, നിന്റെ സ്വഭാവങ്ങൾ, നിന്റെ പെരുമാറ്റങ്ങൾ, നീ നാക്കിലൂടെ വിളിച്ചു പറയുന്ന വാക്കുകൾ, അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കേട്ടാൽ കേൾക്കാൻ പറ്റുന്നതാകുന്ന വിധത്തിൽ അത് നല്ല രൂപത്തിൽ അള്ളാഹു നിനക്ക് ആക്കി തരട്ടെ. മൂന്നാമത് അതോടുകൂടെ നിന്നിൽ മരണപ്പെട്ടു പോയ ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് ഒരു മുസ്ലിമായ മനുഷ്യന്റെ വേർപാടിൽ വേദനിച്ചു കഴിയുമ്പോൾ പറയണം എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നതിലും പറയുന്ന നമ്മളും കേൾക്കുന്ന ആളും തമ്മിൽ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതായ ആ ദിക്റിന്റെ സന്ദേശം അത് ആ മനുഷ്യന് വിജയത്തിന്റെ കൊടി പാറിപ്പിക്കാനുള്ള പ്രതീക്ഷകളുടെ വലിയ ലോകത്തേക്ക് അവനെ നയിക്കുകയാണ്. അല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക എന്ന് പറയുമ്പോൾ ഇതിന് കൃത്യമായ ഒരു പീരിയഡ് ബഹുമാനപ്പെട്ട ശറഅ് വെക്കുന്നു. ഒരാൾ മരണപ്പെട്ടാൽ തഅ്സിയത്ത്, ഇത്തരം സമാധാനിപ്പിക്കുന്ന വാക്കുകളും പ്രകടനങ്ങളും ചടങ്ങുകളും ഒക്കെ അതെ അയാൾ മരിച്ച സമയം മുതൽ 3 ദിവസം അങ്ങനെയാണ് കണക്കാക്കപ്പെടേണ്ടത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ മറവ് ചെയ്തത് മുതൽ 3 ദിവസം, അതിൽ മരിച്ചത് മുതൽ 3 ദിവസം എന്നതാണ് പ്രാധാന്യം, അല്ലെങ്കിൽ പ്രബലമായ വീക്ഷണം. അങ്ങനെയാണ് ഒരാൾ മരിച്ചു, അയാളുടെ 3 അങ്ങനെ ഉണ്ടല്ലോ, അത് അയാൾ മരിച്ച സമയം മുതൽ. അപ്പൊ ഈ 3 എന്ന് പറഞ്ഞാൽ 3 ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു 3 ദിവസത്തിന് വേണ്ടുന്ന സമയമാണ് അവിടെ നോക്കുന്നത്. അപ്പോ പിന്നെ 3:24, അപ്പൊ അത് പിന്നെ 72 മണിക്കൂർ. 72 ഒരാൾ മരിച്ച് 72 മണിക്കൂറിന്റെ ഉള്ളിലാണ്. ആ 72 മണിക്കൂർ തികയുമ്പോൾ അയാളുടെ 3 തികഞ്ഞു. അങ്ങനെ ആ മണിക്കൂർ കൊണ്ടാണ് പോകുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ കണക്കാക്കുന്ന പോലെ എന്നല്ല, നമ്മൾ സാധാരണ കേട്ടാൽ തോന്നുന്നത് പോലെ പിന്നെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 3 ദിവസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ഉച്ചക്കാണെങ്കിൽ ഉച്ച ഒരു ദിവസം, ഇന്നത്തെ പകൽ ഒരു ദിവസം, പിന്നെ നാളത്തെ പകൽ വേറെ ദിവസം, മറ്റേ പകൽ വേറെ ദിവസം, അങ്ങനെ നാടൻ ദിവസം അല്ല. ഇന്ന് ഉച്ചക്കാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒരു ദിവസം പൂർത്തിയാവുന്നുള്ളൂ, അപ്പോൾ 24 മണിക്കൂറാവുന്നുള്ളൂ. അങ്ങനെ അപ്പോ ഈ സമയത്തിന്റെ ഉള്ളിൽ അത് ശറഅ് കണക്കാക്കിയ ഒരു സമയമാണ്.
കാരണം ഏറ്റവും ഒരു വൈകാരിക തലത്തിനെ മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഇത്ര മണിക്കൂറെങ്കിലും അത് തളം കെട്ടി നിൽക്കും എന്നൊരു വീക്ഷണമാണ് ശറഅ അവിടെ കാണുന്നത്. ശറഅ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരിടത്തേക്ക് ചിന്തിക്കാൻ പാടില്ല. ഒരു 3 ദിവസം വരെയൊക്കെ അത് തളം കെട്ടി നിൽക്കും. പിന്നെ പതുക്കെ അങ്ങനെ മനുഷ്യൻ ചേഞ്ച് ആവും. വലിൻസാനു ഖദ് യതഗയ്യർ എന്ന് ഷായർ പറഞ്ഞത് അങ്ങനെയാണ്. മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ചില ഇമോഷൻസ്, ചില വൈകാരിക തലങ്ങൾ തളം കെട്ടി നിൽക്കാൻ ഏറി വന്ന ഒരു 3 ദിവസം അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ മരണപ്പെട്ട മനുഷ്യൻ സ്വാലിഹായ ഒരു മനുഷ്യനാണ് എങ്കിൽ, ഒരു നല്ല മനുഷ്യനാണ് എങ്കിൽ ആ മയ്യത്തിന്റെ മുഖം ചുംബിക്കൽ പോലും സുന്നത്തുണ്ട് എന്ന് മഹത്തായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ മരിച്ച ആള് ജീവിതത്തിൽ സ്വാലിഹായ ഒരാളായിരുന്നെങ്കിൽ അയാളുടെ മൃതശരീരം പോലും ബർക്കത്തെടുക്കാൻ പറ്റിയതാണ് എന്നാണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, തത്വം ബഹുമാനപ്പെട്ട അഇമ്മത്ത് രേഖപ്പെടുത്തിയത്. ഒരു മരണപ്പെട്ട മനുഷ്യൻ ജീവിതത്തിൽ സ്വലാഹിയത്തുള്ള ഒരാളായിരുന്നുവെങ്കിൽ അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ ആ മരണപ്പെട്ട ശരീരം പോലും ബർക്കത്തെടുക്കാൻ പറ്റിയതാണ് എന്ന് മഹത്തായ അഇമ്മത്ത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ്. അപ്പൊ അതോടുകൂടെ മൊത്തത്തിൽ ഒരു ജീവിച്ചിരിക്കുന്നവരും ഒരു മരണപ്പെട്ടവരുടെ ബന്ധുക്കളും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു സമാധാനത്തിന്റെയും ഒരു ചേർത്തുപിടിക്കലിന്റെയും ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ രൂപീകരണത്തിന്റെ വശം. ഇൽമുൽ അഖ്ലാഖ് അത് വളരെ പ്രധാനമാണ്. ഒരാൾ സ്വലാഹിയത്താവുക, ഒരു സ്വലാഹിയത്തുള്ള ആളെ ഉപയോഗപ്പെടുത്തുക, അതൊരു സമുദായത്തിനും ഒരു സമൂഹത്തിനും ഉപകരിക്കുന്നതാണ് എന്ന വിധത്തിലേക്ക് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, മുസ്ലിം സമുദായത്തിന്റെ ഒരു കൂട്ടായ്മയും ഒരു ഒരുമിക്കലും ഒരു ചേർത്തുപിടിക്കലുമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സന്ദേശവും ഒരു ശക്തിയും. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങൾക്ക് ഗുണം ചെയ്യുന്ന, മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്ന, മുസ്ലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അമുസ്ലിമീങ്ങളായ ആൾക്കാരാണെങ്കിൽ പോലും അവർ വേദനിക്കുമ്പോൾ അവരെ സഹായിക്കണമെന്നും അവരെ സമാധാനിപ്പിക്കണമെന്നും അമുസ്ലിമിനോട് സമാധാന വാക്കുകൾ പറയണമെന്നും, നിന്നിൽ നിന്ന് വേർപെട്ടു പോയത് ഒരു അമുസ്ലിമായ സഹോദരനാണെങ്കിൽ പോലും നിനക്ക് ആ സഹോദരന് പകരം മറ്റൊരു അമുസ്ലിമായ നിന്റെ കുടുംബത്തിലെ മറ്റൊരു ഹിന്ദുവിനെ കൊണ്ട്, മറ്റൊരു ക്രിസ്ത്യാനിയെ കൊണ്ട്, മറ്റൊരു മതസ്ഥനെ കൊണ്ട് നിനക്ക് അല്ലാഹു പകരം തന്നുകൊണ്ട് നിനക്ക് സമാധാനം തരട്ടെ എന്ന് അമുസ്ലിമായ മനുഷ്യൻ വേദന കൊണ്ട് കുടുംബം ബന്ധപ്പെട്ടവർ മരിച്ചതിന്റെ പേരിൽ വേദനിക്കുമ്പോൾ അവനെ ചേർത്ത് പിടിച്ചു പറയണമെന്ന് ഇസ്ലാമികമായ കാഴ്ചപ്പാട് ഇന്നത്തെ രേഖപ്പെടുത്തുകയാണ്. അത്രമാത്രം മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ, അത്രമാത്രം സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കാൻ, അത്രമാത്രം മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന മഹത്തായ മതമാണ് ദീനുൽ ഇസ്ലാം എന്നത് സവിസ്തരം നമ്മുടെ അഇമ്മത്ത് രേഖപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിന്റെ സൗന്ദര്യത്തെ നോക്കി സന്തോഷത്തോടുകൂടെ ആ സൗന്ദര്യം ആസ്വദിക്കുവാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് നമ്മൾ പകർത്തേണ്ടത്. മുസ്ലിമിന്റെ മുഖത്തോ അമുസ്ലിമിന്റെ മുഖത്തോ നോക്കി പുച്ഛിക്കുന്ന ഭാവത്തോടുകൂടെയുള്ള മുഖഭാവങ്ങളും സംസാരങ്ങളും കളിയാക്കലുകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും സൗഹൃദത്തിന്റെ വക്താക്കളായി മാറുക എന്നതാണ് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടുകളും സൗന്ദര്യപൂർണമായ വ്യാഖ്യാനങ്ങളും എന്നിടത്ത് നമുക്ക് അഭിമാനിക്കാം. അല്ലാഹു അതിന്റെ വക്താക്കളാക്കി നമ്മെ മാറ്റട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.